ഞാൻ എന്റെ എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാറ് മനസ്സിലാക്കണം. സാറെ പക പോക്കാനാണെങ്കിൽ ഞാൻ ഇവരെ കോടതി സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഓക്കെ, ഇതെന്നെങ്ങാനും കഴിയാട്ടാ. അല്ല, ഇതൊക്കെ സാർ ആര് പറഞ്ഞിട്ട് അറിയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പോയി ചോദിക്കാം. നിന്നോടാ ചോദിക്കുന്നേ. എന്താ സാറേ പ്രശ്നം? ഇവിടെ പ്രശ്നം എന്താ നിനക്ക് അറിയണ? പാട്ടി കഴിവറണ മോനെ, ചുമ്മാ തെറിയൊന്നും വിളിക്കണ്ട. എന്നെ അറിയല്ലോ നിനക്ക് കേട്ടല്ലോ. നീ നിന്റെ പാർട്ടിക്കാരുടെ ബലം വെച്ചിട്ട് നീ എന്നോട് പുളുത്താൻ പറ്റുന്ന കാര്യമാണ്. ഇത് നിന്റെ അടിക്കുക നിനക്ക് അറിയില്ല പോലീസുകാരെ കേട്ടോ. പിന്നെ മുള്ള ഞാൻ നിർത്തും, മനസ്സിലായോ? മുള്ള ഞാൻ നിർത്തും. നീ കണ്ടിട്ടില്ല പോലീസുകാരെ. പിന്നെ കഴിവറണ മോനെ. ഇനി എന്താ പ്ലാൻ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പഴയപോലെ ക്രൈമിലേക്കൊന്നും പോകരുത് കേട്ടോ. ഇനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മളിങ്ങനെ കാണരുത്. ഭാര്യയും കുട്ടികളൊക്കെ ഇല്ലേ, നന്നായിട്ട് ജീവിക്കും. ആ സാറേ, ഓ ആയിക്കോട്ടെ സാറേ. ഞാൻ വൈകിട്ട് വന്ന് കണ്ടോളാം സാറേ. ഓ ആയിക്കോട്ടെ, ശരി സാറേ. വൈകിട്ട് ഞാൻ അറിയിക്കണം. ഓ, നിങ്ങൾ എന്താ പറഞ്ഞേ? എടോ, അമ്പലത്തിൽ പോയി സംസാരിക്കണം. ഇവിടെ അല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോയിട്ട് അവിടെ ചെന്ന് സംസാരിക്കുക കേട്ടോ. നിങ്ങളെ മോന്ത ഇനി ഇവിടെ കാണരുത്. എടാ, പ്രഥമ ദൃഷ്ടിയ നീ കുറ്റക്കാരനാണ്. നിനക്കിതിനകത്ത് അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഇനി പറ, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൺസൈൻമെന്റ് എടുത്തത്? സാർ, അത് ഷഹദിന്റെയാണ്. ആരുടെ ഈ ഷഹദ്? ഞാൻ കുറെ കേൾക്കുന്നു ഈ ഷഹദ്. ഹലോ സാറേ, ഷഹദാണ്. അറിയോ? ഷഹദ് ഒന്ന് കാണണല്ലോ. ഐ എം വെയിറ്റിംഗ്.